ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് കൃഷിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു പറമ്പാണ് കേട്ടോ. അവിടെയുള്ള ഒരു പഴയ വീടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഞങ്ങളവിടെ ചെയ്യുന്ന കൃഷിയുടെ കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതിന് ഈ വീടിന് 2 ഗേറ്റാണുള്ളത്. ഇപ്പൊ കാണുന്നത് ചെറിയ ഗേറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ആദ്യം തന്നെ വരുന്ന വഴിയിൽ തന്നെ വലിയ ഗേറ്റ് ആണ് ആദ്യം. ഇപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും ഇതിലൂടെ വാഹനങ്ങൾ താഴേക്ക് ഇറക്കുക ചെയ്യുക കേട്ടോ. വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ബൈക്ക് കൊണ്ടുപോയി നിർത്തും. ഇനി ഈ പറമ്പില് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 മരങ്ങളെ പറ്റി പറയാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇടതുഭാഗത്തായിട്ട് ഒരു മൈലാഞ്ചി മരം. അത് ഒറ്റ മരയുള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് മൈലാഞ്ചി മരം. ഇത് പടർന്ന് പന്തലിച്ചിട്ട്, പക്ഷെ ചെറുതൊന്നല്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ചെറിയ തെങ്ങിന്റെ ഉയരത്തില് അത്രയും പടർന്നിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത്രയും വലിപ്പത്തില് നമുക്ക് എപ്പോഴും ഒരു ഉപകാരപ്രദമായ മരമല്ലേ മൈലാഞ്ചി എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ ഒരു മരം ഉണ്ട് കേട്ടോ. അതൊരു സന്തോഷാണ് മൈലാഞ്ചി മരം. പിന്നെ ഈ വഴിയുടെ വലത്തുഭാഗത്ത് തന്നെ ഇപ്പൊ ഈ മൈലാഞ്ചി മരത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ കണ്ട ചെറിയ ഗേറ്റിലൂടെ ഒന്ന് ഇറങ്ങി വരാം കേട്ടോ. ഇതാണ് വീടിന്റെ മുൻഭാഗം കേട്ടോ. മുൻഭാഗത്ത് മുന്നിൽ തന്നെ കാണുന്നത് ഒരു നഴ്സറിയാണ് കേട്ടോ. അതായത് ഈ വീട്ടുകാരുടെ തൊഴുത്താണ് ഈ മുന്നിൽ കാണുന്നത്. അപ്പം ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ നഴ്സറി ഇല്ലാത്തത് കൊണ്ട്, നഴ്സറിക്ക് ബിൽഡിംഗ് ഇല്ലാത്ത കാരണം പഞ്ചായത്തിന് അവർ ഇത് നഴ്സറി ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടുകൊടുത്തതാണ്. അപ്പോൾ ആ തൊഴുത്തിനെ അവർ അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നഴ്സറി ആക്കിയിട്ട് അന്നത്തെ നഴ്സറിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ താഴെ കണ്ട കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതെല്ലാം കരിങ്കല്ലിൻ്റെ ആ ഒരു പഴയ കാലത്തെ വർക്ക് നിങ്ങൾ ഓർത്ത് നോക്കിയാട്ടെ. ഈ കരിങ്കല്ല് വെട്ടിയെടുത്തിട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രമാത്രം നല്ലൊരു ഹാർഡ് വർക്കായിട്ടുള്ളൊരു കാര്യമല്ലേ. മുഴുവൻ കരിങ്കൽ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി വരാനുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്തേക്ക് എത്താനായിട്ട് കുറേ സ്റ്റെപ്പ്, കരിങ്കൽ സ്റ്റെപ്പ് ഇറങ്ങി വരിക, എന്നിട്ടാണ് നമ്മുടെ വീട്. ഇനി ഈ സ്റ്റെപ്പിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ആര്യവേപ്പിന്റെ മരം ഉണ്ട് കേട്ടോ. വലിയൊരു മരമാണ് കേട്ടോ. ഇതിൽ നിറയെ കായകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ വർഷം പഴക്കമുള്ള മരമാണെന്ന് തോന്നുന്നത്. ആര്യവേപ്പിന്റെ ഗുണങ്ങളൊന്നും പിന്നെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ. അത് വായു ഫിൽട്ടർ ചെയ്യാനും അതുപോലെ നമ്മുടെ തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങൾക്കും വെളിച്ചെണ്ണ നീരോർക്കാനും എല്ലാം പറ്റിയൊരു ഏറ്റവും ഉപകാരമുള്ള, വയറുവേദന വന്നാലും എല്ലാം നമ്മൾ ആര്യവേപ്പിൻ്റെ ഒരു ഔഷധ ഗുണമുള്ള മരം. ഇനി ഈ ആര്യവേപ്പിൻ്റെ കുറച്ച് പിറകിലേക്കായിട്ട് ഒരു മാവുണ്ട് കേട്ടോ. ഒരു മാവ്. പിന്നെ ആ മാവിൻ്റെ പിറകിലായിട്ട് 2 കുടപ്പുളിയുടെ മരങ്ങളുണ്ട് കേട്ടോ. ദൂരേന്ന് ഇല കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. 2 കുടപ്പുളിയുടെ മരങ്ങളാണത്. അതിലുള്ള കായകൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല, ഞാൻ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം. വലിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും വലിപ്പത്തിലുള്ള കായകളായിരുന്നു. ഇത് വീടിൻ്റെ ഉമ്മറം. ഇവിടെ ഇത് കുറച്ച് കോൺക്രീറ്റ് വർക്കിന് വേണ്ടി കൊണ്ടുവച്ചതാണ് കേട്ടോ. മെറ്റലുകളാണ്, ചെറിയൊരു വർക്കുണ്ട്. ഈ കാണുന്നത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. ഇവിടെ ഈ വീടിന് 3ാമത്തെ നിലയിൽ ഒരു മച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മുടെ പറമ്പിലുള്ള തൈകൾ ആണ് കേട്ടോ. ഇപ്പൊ തെങ്ങിന്റെ തൈയാണുള്ളത്. ഇതാണ് തെങ്ങിൻ തൈ. ഈ ഉയരമായിട്ടുണ്ട് കേട്ടോ തെങ്ങിന്റെ തൈകളൊക്കെ. ഇനി അടുക്കള ഭാഗമാണ് കേട്ടോ ഇത്. ഇപ്പൊ ഈ അടുക്കള മുറ്റത്ത് നിന്ന് താഴേക്ക് കുറച്ച് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ കിണറിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. കിണറിലെ വെള്ളം നമ്മൾ വാങ്ങിയ സമയത്ത് തന്നെ മോട്ടർ വെച്ച് വറ്റിച്ചു. എന്നിട്ട് തെളിഞ്ഞ വെള്ളം വീണ്ടും വന്നറിഞ്ഞതാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നിറയെ ഇതൊരു പാറയാണ്. അപ്പോൾ ഉച്ച നേരത്തൊക്കെ നമുക്ക് തെളിഞ്ഞ വെള്ളമാണ്, കിണറിൻ്റെ അടിഭാഗം കാണാം, അത്രയും തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ഇത് ഷീറ്റ് വെച്ച് അടയ്ക്കാൻ കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രാവ് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാവിനെ നമ്മൾ ഓടിച്ചിട്ട് അത് വെള്ളമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടതിന് ശേഷം അടച്ചതാണ്. അല്ലെങ്കിൽ വീണ്ടും പ്രാവ് വന്നിട്ട് അതിൽ കൂട് കൂട്ടുമല്ലോ. അപ്പം പ്രാവുകൾ വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് വീണ്ടും കൂട് കൂട്ടുമെന്ന് മനസ്സിലായപ്പം അത് വരാതിരിക്കാൻ വേണ്ടി ഷീറ്റ് വെച്ച് അടച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ, വലിയ വട്ടമുള്ള കിണറാണ് കേട്ടോ. ഇനി ദൂരെ നിന്നുള്ള നമ്മുടെ വീടിൻ്റെ കാഴ്ചയാണിത്. ഇനി നമുക്ക് നഴ്സറിയിലേക്ക് ഒന്ന് പോയി നോക്കാം. നഴ്സറി മുറ്റത്തുനിന്ന് കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ സ്റ്റെപ്പ് കയറിയിട്ട് ആണ് വരാന്ത. ഇതിന് 2 റൂമാണുള്ളത് കേട്ടോ. ഈ 2 റൂമിൽ ഇപ്പം നമ്മളെ തേങ്ങയും വിറകൊക്കെ ഇട്ടിച്ചിരിക്കുകയാണ്. വരാന്തയുടെ ഒരു സൈഡിൽ ഈ കാണുന്ന സൈഡിൽ ഭക്ഷണം കുട്ടികൾക്ക് ഉണ്ടാക്കിയിരുന്ന ആ ഒരു അടുക്കളയാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതിലിപ്പോൾ തേങ്ങയും വിറകൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. ഓല ഒക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ചകിരിപ്പൊളിയൊക്കെയാണ് അതിൽ. അപ്പുറത്തെ റൂമിൽ അതുപോലെ തന്നെയാണ്. എനിക്കാണ്ട് പോകാൻ വയ്യ, അവിടെ വിറകുള്ള കാരണം. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. കുറേ തുളസികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വെച്ചതല്ല, വാങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. ഈ വീടിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടില്ലേ, കരിങ്കല്ലിൻ്റെ എന്നിട്ട് ഇത് പഴമയുടെ ഒരു ശൈലിയായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പ്. ഇതിൻ്റെ ഉത്ഭവമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് കുറച്ച് അധികം കാണിക്കാനുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച തൈകൾക്കൊന്നും നനയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വർക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ചു. നമ്മൾ തന്നെയാണ് അതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തന്നെയാണ് കണക്ഷൻസ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മൾ വേറെ ഒന്ന് ഉദ്ദേശിക്കുന്നത്, ഈ തൈകളുടെ ഇടയിൽ ഫ്രൂട്ട്സിൻ്റെ അധികം പരിപാലനം ആവശ്യമില്ലാത്ത ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ തൈകൾ കൂടി വെക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ തൈകൾ നനച്ച് നനയുടെ കാര്യം ഓക്കെ ആയിട്ടാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണേ.